കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ കമ്പനി ആയിട്ടുള്ള കാറ്റ്പെൻറ്റർ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു രംഗത്ത് വളരെ ഫേമസ് ആണ്. ഇന്ത്യ റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കാറ്റ്പെൻറ്ററിന്. ഒരു ചർച്ച് വെറും 100 ദിവസം കൊണ്ടാണ് പണി കഴിപ്പിച്ചത്. അതുമാത്രമല്ല, തൃശ്ശൂർ തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബിൽഡിംഗ് അതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സഹൃദയ കോളേജ്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ ഒരുപാട്. ആ ഒരു ലിസ്റ്റ് വലിയ ലിസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കാറ്റ്പെൻറ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ജോസ് സണ്ണി കാട്ടുകാരനാണ്. നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ VJ തോമസ്. നമുക്കറിയാം, തോമസ് ഇൻവെസ്റ്റിൻ്റെ പുതിയൊരു ഓഫീസ് പാവർട്ടിയിൽ, നമ്മുടെ പാവർട്ടി പള്ളിയുടെ ഓപ്പോസിറ്റുള്ള സാൻജോസ് ആർക്കേഡിൽ നമ്മൾ ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. മണി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് തോമസ് ഏട്ടൻ. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ളൊരു ബന്ധമാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. തോമസ് ഏട്ടാ, നിങ്ങളുടെ ആ ഒരു കുറേ കാലത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ പറയും. ഇന്ന് എന്നോട് കൂടെ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഫാമിലി സുഹൃത്തും ഒപ്പം തന്നെ കാറ്റ്പെൻറ്റർ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ആയിട്ടുള്ള മിസ്റ്റർ ജോസ് സണ്ണി കാട്ടുകാരനാണ്. BNA എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലൂടെയാണ് ഞങ്ങളുടെ പരിചയം പുതുക്കിയത്. ആ പരിചയം കഴിഞ്ഞ 5 വർഷമായിട്ട് നീണ്ടു നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ജോസ് സണ്ണി കാട്ടുകാരൻ ഈ കാറ്റ്പെൻറ്റർ എന്ന സ്ഥാപനം കേരളത്തിലെ ഉടനീളം അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള ശൃംഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു ബിസിനസ്സുകാരനുമായിട്ടുള്ള ബിസിനസ് എനിക്കും കൂടി അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ ഉയർച്ചയിൽ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ പുതിയ മേഖലകൾ വെട്ടിത്തുറന്ന് അതിൽ വെന്നിക്കൊടി പാറിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനവും ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഇന്നത്തെ എൻ്റെ പുതിയ സംരംഭമായ തോമസ് ഇൻവെസ്റ്റ്, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിനെയും 2 വാക്ക് സംസാരിക്കാനായിട്ടായിരിക്കും. എന്തായാലും ജോസ് സണ്ണി കാട്ടുകാരനെ വളരെ സ്നേഹപൂർവ്വം തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. തോമസ് പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ BNA ഏകദേശം ഒരു 6 വർഷം മുമ്പാണ് ഞങ്ങൾ BNA പരിചയപ്പെടുന്നത്. ആ സമയത്തേക്ക് ഞാൻ ബിസിനസ് ഗ്രോ ചെയ്ത് വരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, എങ്ങനെ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഷെയർസിൽ SIP ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു കൃത്യമായ പ്രോപ്പർ ഒരു ഗൈഡൻസ് തന്നത് എനിക്ക് തോമസ് ചേട്ടനാണ്. തോമസ് ഇൻവെസ്റ്റ് എന്നൊരു സംഭവത്തിൽ കൂടിയാണ് ഇത് മൊത്തം. ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയുടെ ഡെയിലി SIPs ആണെങ്കിലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ ഷെയർസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ ഒരു കുടക്കീഴിലാണ് ഇപ്പോൾ തോമസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ തലവേദനയില്ല. തോമസ് ഞങ്ങൾ മന്ത്ലി ഒരു റിവ്യൂ ആയിരിക്കും, നമ്മൾ ഗ്രോത്ത് ഞങ്ങൾ അസസ് ചെയ്യും. പക്ഷേ വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യുന്ന കമ്പനി തോമസ് ചേട്ടൻ്റെ ഗൈഡുകളുണ്ട്. എനിക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന യാതൊരു ആവശ്യമില്ല. വളരെ സുതാര്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് ഞങ്ങളുടെ. അന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഞങ്ങളുടെ പുതിയൊരു ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും തോമസിൻ്റെ പുതിയൊരു ഓഫീസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭാഗങ്ങളും ഞാൻ നേരുന്നു. കേരളം മാത്രമല്ല, പാൻ ഇന്ത്യയിൽ വരാനുള്ള എല്ലാ സാധ്യതകളും തോമസിൻ്റെ, അതിൻ്റെ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും എല്ലാം തോമസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു പാൻ ഇന്ത്യ ലെവലിൽ തോമസ് ഇൻവെസ്റ്റ് വരട്ടെ. താങ്ക് യു വെരി മച്ച്.